ഞാൻ ഒരു ദിവസം ഇതിലെ വന്നപ്പോ 2 പട്ടികൾ കെട്ടിക്കയറ്റിലിട്ടേക്കുന്നു. ഒരു 3 വർഷം വരും. അപ്പൊ ഞാൻ വിഷ്ണുവിനോട് ചോദിച്ചു, എന്തിനാ നീ കയറ്റിൽ പട്ടിയെ കെട്ടിയിട്ടേക്കുന്നു? ചിരിച്ചോണ്ടെന്ന്. ഒരു ശബ്ദവും കേട്ടില്ല. അപ്പോഴില്ല. അപ്പോഴും ചിരിയും കളിയും. ഇവൻ ട്യൂഷൻ പഠിപ്പിക്കാനൊക്കെ പോയിട്ട് വരുമ്പോൾ രാത്രിയാവുമല്ലോ. ആ സമയത്ത് വന്നതിന് ശേഷമായിരിക്കും പിന്നെ ഇവിടെ പാത്രം തേപ്പും. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അവന് കൊടും പക, കലി തീരും വരെ കത്തി വലിച്ചൂരി കുത്തി. രക്തത്തിൽ കുളിച്ച് നിലവിളിക്കാൻ പോലും ആകാതെ അൽമ പിടഞ്ഞു. അത് കണ്ട് സൈക്കോ വിഷ്ണുനാഥ് ചിരിച്ചു. പ്രണയിച്ച് വിവാഹം കഴിച്ചവർ, 10 കൊല്ലത്തെ ദാമ്പത്യം. പക്ഷേ ഭാര്യയെ കൊല്ലുമ്പോൾ വിഷ്ണുനാഥിന്റെ കൈവിറച്ചില്ല. നാടിനെ നടുക്കി നെയ്യാറ്റിൻകര വ്ളാത്താങ്കരയിൽ നടന്ന കൊലപാതകം. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അയൽക്കാർ പോലും ഞെട്ടിവിറയ്ക്കുന്നു. അവർ പലതും പറയുന്നു. അൽമ വളർത്തിയിരുന്ന നായ്ക്കൾ, എന്നാൽ അവളെ വിഷ്ണു കുത്തിക്കീറുമ്പോഴും നായകളും പൂച്ചകളും അനങ്ങിയില്ല. ഒരൊച്ച പോലും പുറത്തേക്ക് വന്നില്ല. ചുറ്റും വീടുകൾ ഉണ്ടായിരുന്നിട്ടും ആരും ഒരു ശബ്ദവും കേട്ടില്ല. അൽമയുടെ നിലവിളി ശബ്ദം പോലും പുറം ലോകം കേട്ടില്ല എന്നത് ഈ ക്രൂരകൃത്യത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ നടത്തിയ ഒരു കൊലപാതകമല്ല, പ്ലാൻ ചെയ്ത് വിഷ്ണു നടപ്പാക്കിയതാണ് ഇത്. വിഷ്ണുനാഥിൽ ഇതിനു മുൻപ് പല സംശയങ്ങളും അയൽക്കാർക്ക് തോന്നിയിരുന്നു. 24 മണിക്കൂറും വീട് പൂട്ടിയിടും. വീടിന്റെ ഗേറ്റിൽ 2 നായ്ക്കളെ കെട്ടിയിട്ടാണ് PSC കോച്ചിംഗ് അധ്യാപകനായ വിഷ്ണു ജോലിക്ക് പോയിരുന്നത്. വിവാഹം കഴിഞ്ഞതോടെ വീടിന്റെ ചുറ്റുമതിൽ പൊക്കിക്കെട്ടി. ഭാര്യ അൽമ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. ഇവർക്ക് കുട്ടികളില്ല. അവൾക്കതിന് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് വിഷ്ണുവിന് കൊടുത്തിരിക്കുന്ന മൊഴി. എന്നാൽ അത് മാത്രമല്ല കൊലപാതക കാരണമെന്ന് അയൽക്കാർ കട്ടായം പറയുന്നുണ്ട്. അവന്റെ കൊടും പക. അൽമയെ അവൻ സംശയിച്ചിരുന്നു. വിഷ്ണു ഒരു സംശയരോഗി ആയിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. വ്ളാത്താങ്കര വീട്ടിൽ വലിയ നിഗൂഢതകളാണ്. വിഷ്ണുവിൽ എപ്പോഴും ഒരു സൈക്കോ ചിരിയുണ്ട്. പുറം ലോകത്തിന് ഇവർ മാതൃകാ ദമ്പതികളായിരുന്നു. സോഷ്യൽ മീഡിയയിൽ 10,000 പിന്തുടരുന്ന സുന്ദരമായ ജീവിതം. പൂച്ചകളെയും നായ്ക്കളെയും ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന അൽമ അവരോടൊപ്പമുള്ള നിമിഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത്. അയൽക്കാരുമായി അധികം അടുപ്പം പുലർത്താത്ത അൽമയ്ക്ക് വിഷ്ണു തന്നെയാണ് എല്ലാ പിന്തുണയും നൽകിയിരുന്നതെന്ന് ബന്ധുക്കൾ പോലും കരുതിയിരുന്നത്. ഫേസ്ബുക്കിൽ നിന്ന് ടാലന്റ് ബാഡ്ജ് കിട്ടിയ സന്തോഷം പങ്കുവച്ച ദിവസങ്ങൾക്കുള്ളിലാണ് അൽമയ്ക്ക് ചിതയൊരുങ്ങിയത്. ഇവരുടെ അയൽവക്കത്തുള്ള ഒരു സ്ത്രീ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് വിഷ്ണുനാഥിൽ പല സംശയങ്ങൾ തോന്നിയിരുന്നു എന്ന് തന്നെയാണ്. അവസാനമായിട്ട് കണ്ടത് ഒരു 30 ദിവസം വരും. ഇവള് പൂച്ചയുടെ ഭയങ്കര ഇതാണ്. ഒരു പൂച്ച ആരോ കൊണ്ട് ഇട്ടത്. അവരുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഈ പൂച്ച കരയണത് കേട്ട് ഇവള് കൊറേ നേരം എന്ന് വെച്ചാ രാത്രി ഒരു 7 മണി വരെ അവള് നോക്കിയിട്ട് കൊടുക്കാൻ അവള് കുളിച്ചിട്ട് ഞാൻ പറഞ്ഞു, പൂച്ച നീ പോന്ന് പറഞ്ഞോണ്ട് ഞാൻ തടി എടുത്ത് വരട്ടുന്നു. അവിടെ പോണെങ്കിൽ അവളവിടെ പിടിച്ചിടുമല്ലോ എന്ന് പറഞ്ഞോണ്ട് പൂച്ചയെ ഞാൻ വരട്ടുന്നു. പൂച്ച പോകില്ല. കുറച്ചു ദൂരം ഇവിടെ വരും, വീണ്ടും പോകുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴും ഒടുവില്ല ഇവള് ഒരു 7:30 മണിയാവും ഇങ്ങോട്ട് വന്ന്. ആന്റി പൂച്ച എവിടെ ഇരിക്കണേ? ഇതിന്റെ അടിയിലിരിക്കണം പൂച്ച. ഞാൻ വരട്ടിട്ട് പറഞ്ഞില്ല. എന്നിട്ട് അവൾ വീണ്ടും ഇവിടെ വന്ന് ഇതിന്റെ അടിയിലിരിക്കുന്നത്. ഇതിന്റെ അടിയിലിരിക്കണം. അപ്പോഴെന്തിനത് പൂച്ച വിളി വാ എന്ന് പറഞ്ഞിട്ട് പൂച്ച വന്നു. ഞാനെന്തിനത് ഒരു തടി എടുത്ത് ഇങ്ങനെ കിണ്ടിയപ്പോഴീ പൂച്ച എന്നെ അടുത്ത് ചാടിയിട്ട് വീണ്ടും അത് പിന്നെ അതിൻ്റെ അടിയിട്ട് വീണ്ടും ഇങ്ങനെ കരക്കയറിയിട്ട് കൊടുക്ക. ഞാൻ പൂച്ചെന്ന് പറഞ്ഞോണ്ട് പറ്റിയപ്പോ ഇവള് ഇങ്ങനെ പോയപ്പോഴും ഇവളെ കൂടെ അങ്ങ് പൂച്ച അന്ന് ഞാൻ കാണുന്നു. ഈ ഇടക്കാലത്ത് വെച്ച് കണ്ടതാന്ന്. അതായത് നമ്മളിപ്പോ ഈ നിൽക്കുന്ന വീടും ഈ കൊലപാതകം നടന്ന വീടും തമ്മില് ഒരു 2 അടി വ്യത്യാസമേ ഉള്ളൂ. നേരെ തിരിഞ്ഞു നോക്കുമ്പോ കാണുന്നതാണ് വീട്. ആ വീടൊന്ന് കാണിച്ചു കൊടുക്കും. അതായത് ഇവിടുന്ന് നേരെ തിരിഞ്ഞു നോക്കിയാൽ കാണുന്നതാണ് വീട്. ഇത്ര ദൂരമേ ഉള്ളൂ. എന്നിട്ട് പോലും അമ്മ ആ കുട്ടിയെ അവസാനമായിട്ട് കാണുന്നത് ഒരു മാസം കഴിഞ്ഞ്, ഒരു മാസത്തിൽ കൂടുതലായി ഒന്ന് നേരിട്ട് കണ്ടിട്ട്. അപ്പോഴവള് കുളിച്ചിട്ട് തല ഈ തുണിയിട്ട് കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പറയണ്, എനിക്ക് ഈ പൂച്ച കരയണത് കേട്ടാ എനിക്ക് ഉറക്കം വരില്ല. അവള് പറഞ്ഞു, പൂച്ച ഒന്ന് കരഞ്ഞത് കേട്ടാ എനിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ കുളിച്ചോണ്ട് ഞാനാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയും ചെയ്തു. അന്ന് തന്നെ ഞാൻ അവളോട് സംസാരിച്ചത് ഇടയ്ക്ക് വെച്ച്. അന്ന് തന്നെ ഈ കണ്ട തോന്നി. അമ്മ എങ്ങനെ ഈ കൊലപാതകം അറിയുന്നത്?
എന്തെങ്കിലും ശബ്ദം കേട്ടിരുന്നോ? ഇല്ലല്ലോ, ഒരു ശബ്ദവും കേട്ടില്ല, ഒരു അലർച്ചയോ ഒന്നും കേട്ടില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ പള്ളിയിൽ പോകാനായിട്ട് ഒരു 10 കഴിഞ്ഞ് ഞാൻ ഒരുങ്ങി ഇറങ്ങി. അപ്പൊ ഞാൻ ഇവിടെ വീട്ടിലുള്ളവർ പറഞ്ഞ് എന്റെ ആളും പോയി. അപ്പോഴ് ഞാൻ പറഞ്ഞു ഞാൻ പള്ളിയിൽ പോണേന്ന് പറഞ്ഞിട്ട് എന്റെ മോള് ഇവിടെ നിന്ന് അവളും പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പള്ളിയിൽ അങ്ങ് പോയി. പള്ളിയിൽ അങ്ങോട്ട് പോയപ്പോ അവിടെ ചെന്നപ്പോഴും കുറച്ച് വെള്ളം കെട്ടി കിടക്കണം. അവിടെ കുറെ കാക്ക വന്നിടന്ന് കുളിക്കണം. ഞാൻ പറഞ്ഞു കാക്ക പോന്ന് പറഞ്ഞോണ്ട് വരട്ടിട്ട് എന്താ ചെയ്ത് ഞാൻ അങ്ങ് പള്ളിയിൽ പോയി. കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേ ഒരു സൗണ്ട് കേൾക്കണം. അതെന്താ ഇത് 108 വണ്ടി, ആംബുലൻസ്. അങ്ങനെ ഒരു സൗണ്ട് കേൾക്കണം. അപ്പൊ ഞാൻ വിചാരിക്കണേ പിന്നെ ആരെങ്കിലും മരിച്ച് ഇങ്ങോട്ടുള്ളവരാരെങ്കിലും മരിച്ച അങ്ങനെ കൊണ്ടുപോകണമായിരിക്കും എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് പിന്നീട് കുറെ കഴിഞ്ഞപ്പോ ആ സൗണ്ട് ഇല്ല. പിന്നീട് ഞാൻ എന്ത് ചെയ്ത് പള്ളിയിനകത്ത് കയറി പൂജ കഴിഞ്ഞിട്ട് ഇനി ഇറങ്ങിയപ്പോഴ് 11:45 ഞാൻ പള്ളിയിലെ വെളിയിൽ ഇറങ്ങിയപ്പോഴേ എന്നോട് ഓടി വന്നിരുന്നു, തീരെ അവിടെ ഇല്ലേ ഒരു മരണം? ഞാൻ കിട്ടിയ അവിടെ ആരും മരിച്ചില്ല എന്ന് പറയണ. ഇല്ല, അവിടെ ആരെയോ വെട്ടിക്കൊന്നു. പാടി ആര് വെട്ടുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പം ഇവിടെ നിന്ന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകണം, പോലീസ് നിൽക്കണം. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഇവിടെ ആള് നിൽക്കണല്ല, അപ്പോഴും ഇവിടെ എല്ലാം ഒന്ന് നടന്നു കാണുമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നപ്പോഴാണ് വിശദമായിട്ട് അറിയുന്നത് ഇങ്ങനെ മരിച്ചെന്ന്. അല്ലാതെ എനിക്കൊന്നും അറിഞ്ഞൂടാ. അമ്മ എപ്പോഴെങ്കിലും ഈ വീട്ടിൽ ഇങ്ങനെ ബഹളം ഉണ്ടതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇവരൊരു വാക്കുതർക്കം ഉണ്ടായിന്നാണ് ഇപ്പൊ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു തർക്കത്തിന്റെ പറഞ്ഞിട്ടുള്ളേ നമുക്ക് അഥവാ അവിടെ തർക്കം കാണിച്ചാൽ തന്നെ നമുക്കറിയാൻ പോല, വെളിയിൽ സൗണ്ട് വരില്ല. ഞാൻ പറഞ്ഞ കള്ളമെങ്കിൽ അത് അവിടെ ഒന്നും ശ്രദ്ധിച്ചു നോക്കി. ഇവിടെ നിന്നുണ്ട് അവിടെ അതിന്റെ ആ താളം സംസാരിച്ചാൽ നമുക്കിവിടെ അറിയാൻ പോല. ഇതൊക്കെ ആയതിനു ശേഷം മുമ്പേ ഇരുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ അങ്ങ് വീട്ടുകാർ പോവുകയും എടുക്കുകയും സംസാരിക്കുകയും എല്ലാം ഒക്കെ ചെയ്യും. പിന്നെ ഇവര് വന്നേ പിന്നീട് അങ്ങനെ നമ്മളതായിട്ട് അങ്ങനെ പോവുകയൊന്നുമില്ല. ഇത് ഇവരെ സ്വന്തം വീടാണോ? എത്ര കാലമായി ഇവര് ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഒരു 8-9 വർഷമെങ്കിലും വരുമായിരിക്കും. അപ്പൊ ഈ 9 വർഷമായിട്ടും വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴില്ല, അപ്പോഴും ചിരിയും കളിയും. ഇവൻ ട്യൂഷൻ പഠിപ്പിക്കാനൊക്കെ പോയിട്ട് വരുമ്പോൾ രാത്രിയാവുമല്ലോ, ആ സമയത്ത് വന്നതിന് ശേഷമായിരിക്കും പിന്നെ ഇവിടെ പാത്രം തേപ്പും കുളിക്കുന്നതും നനയ്ക്കുന്നതും. പിന്നീട് ചെന്ന് കിടന്ന് ഉറങ്ങിയ പിന്നെ രാവിലെ ഒന്നും കഴിക്കില്ല, താമസിച്ച് ഉറങ്ങണത്. അങ്ങനെയുള്ള ആ ചിരിയും കളിയും സൗണ്ടും എല്ലാം നമ്മൾ ഒരുപാട് ദിവസം കണ്ടു. അതായത് പക്ഷെ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് അതൊന്നും ആ ചിരിയും കളിയൊന്നും കേപ്പില്ല. കുറച്ചു ദിവസമായിട്ട് ഈ വീട് സൈലന്റ് ആയിരുന്നു. ഇതുപോലെ ഈ വീട്ടിലിരിക്കും പോലെ ഞങ്ങള്. അല്ല, മൃഗങ്ങളെ സൗണ്ട് എന്തെങ്കിലും പട്ടിയും അതെന്നും ഉണ്ട്, ഇന്നലെയും ഉണ്ട്. പട്ടി വിളിയും പൂച്ച, ഇഷ്ടം പോലെ പൂച്ച അവിടെ വളർത്തിയിരിക്കുന്നു. ഇത് ആ സൈഡ് നിറച്ച് പൂച്ചയാണ്. എല്ലാം അൽമ വളർത്തിയിട്ടുള്ള പൂച്ചകളാണ്. 2 പട്ടി പ്രസവിച്ച് കിടക്കുമ്പോ അതിന്റെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം ചെയ്ത് ഇവിടെ ഒന്ന് വാങ്ങിച്ചോണ്ട് പോണവരുണ്ട്. പിന്നീട് പൂച്ച കുറെ ആകുമ്പോൾ പറയും ഇവിടെ പൂച്ച പൈസ കൊടുക്കണ്ട, പൂച്ച വേണം ആവശ്യമുള്ളവർക്ക് വന്ന് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് മൊബൈലിലൊക്കെ ഇട്ടിരിക്കുന്ന ആളുകൾ പറയും. അപ്പോഴേ ഈ ആളുകൾ വാങ്ങിക്കാനായിട്ട് ഇവിടെ വരുമ്പോഴേ ഇവിടെ ഞങ്ങളുടെ ഇവിടെ കൊണ്ട് അത് ഇവിടെ നീ പൂച്ച തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ എന്നാ അവിടെ വിളി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോരും. അല്ലാതെ നേരത്തേക്ക് എന്ന് വെച്ചാൽ പിന്നെ ഒരാൾ മീന് ചിലപ്പോഴൊക്കെ കൊണ്ടുവരുമ്പോഴും വിളിച്ച അവർക്ക് അറിഞ്ഞൂടല്ല. എന്നിട്ട് അവരെന്തറിയാന്നറിയാം, മീൻ കൊണ്ടുവരണവരെന്തറിയാന്നറിയാം, ഇത് കഥകളിട്ട് അടിക്കുമ്പോ സൗണ്ട് കേട്ട് അപ്പോഴേ അവള് ചേച്ചി വന്ന് മീൻ വേണമെങ്കിൽ വാങ്ങിക്കും, ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറയും, പോകും. എങ്ങനെ ഈ വിഷ്ണു എങ്ങനെയാള്? വിഷ്ണുവിനായ പറയാൻ ഇവിടെ ആരുമില്ല, സത്യം. പിന്നെ ഇപ്പൊ അവൻ എന്തൊരു സംഭവിച്ചെന്നറിഞ്ഞു, സത്യം. അവനെ കൊണ്ട് ആക്കും. അതാ സ്കൂളിൽ പിള്ളേരെല്ലാം മൊബൈലിൽ ഇട്ടിരിക്കല്ലേ, അയ്യോ സാറങ്ങനെ ചെയ്യൂല, സാറങ്ങനെ ഈ സാറങ്ങനെ ചെയ്യൂല എന്ന് പറഞ്ഞാണ് മൊബൈലിൽ ഇരിക്കുന്നത്.
இல்லை, எல்லாம் படிக்கணும் யாரும் இல்லை. കുട്ടികളില്ലാത്തത് മാത്രമല്ല, വിഷ്ണുനാഥിൽ ഉള്ളിന്റെ ഉള്ളിൽ ഭാര്യയോട് പക നിറഞ്ഞ ഒരു മനസ്സുണ്ടായിരുന്നു. ആരുമായും വലിയ അടുപ്പം വിഷ്ണു സൂക്ഷിച്ചിരുന്നില്ല. അയൽക്കാരോടും വലിയ സംസാരമൊന്നുമില്ല. പലപ്പോഴും കാണുമ്പോൾ ഇരുവരെയും സന്തോഷത്തോടെയൊക്കെയാണ് കണ്ടിട്ടുള്ളതെന്ന് അയൽക്കാർ പറയുന്നുണ്ട്. പക്ഷേ വിഷ്ണു വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അൽമയെ അകത്താക്കി പട്ടികളെ പുറത്ത് കെട്ടിയിടും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ആരെയും വീട്ടിലേക്ക് കയറ്റിയിരുന്നില്ല. അൽമ അയൽക്കാരോട് സംസാരിക്കുന്നതും വിഷ്ണു അനുവദിച്ചിരുന്നില്ല. അയൽക്കാർ എന്തു ചോദിച്ചാലും വിഷ്ണു വല്ലാത്തൊരു ചിരി മാത്രം ചിരിക്കും. മൂത്ത മകൻ അഡ്വക്കേറ്റാണ്, നേറ്റിങ്കൽ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യണം. രണ്ടാമത്താണ് ഈ പയ്യൻ വിഷ്ണു. ഇപ്പൊ 8 വർഷം മുമ്പ് അവര് സ്നേഹിച്ച് വിവാഹം ചെയ്തു. വിവാഹം ചെയ്തപ്പോൾ ഈ വേണ്ടപ്പെട്ട നമ്മളെപ്പോലുള്ളവരൊക്കെ അവന്റെ അച്ഛൻ വിളിച്ച് ഒരു സൽക്കാരമൊക്കെ നടത്തി. അപ്പോഴാണ് ഈ കുട്ടി എനിക്കറിയാവുന്നത്. അതിനുശേഷം ഇതിലെ മിക്കവരും പോവും. ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ് കോൺഗ്രസിൽ. പോകുമ്പോ ചിലപ്പോ ചെറുക്കൻ കാണുകയാണെങ്കിൽ മാമാന്നൊക്കെ വിളിച്ച് സംസാരിക്കും. പിന്നെ ഇവര് രണ്ടുപേരും ആരുമായിട്ട് ബന്ധമില്ല. നമ്മൾ 8-10 അംഗങ്ങളുള്ള വീടുകളിൽ ജനിച്ചവരാണ്. കഷ്ടതകളും ദുഃഖങ്ങളും അനുഭവിച്ചവരാണ്. ഇവർക്ക് വേണ്ട വിദ്യാഭ്യാസം എല്ലാം ഉണ്ട്. എങ്ങനെയാ വിഷ്ണുവിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? സ്വഭാവം നമുക്കൊന്നും അങ്ങനെ അറിഞ്ഞൂടാ. BSc ക്ലാസ് കോച്ചൊക്കെ ക്ലാസ് ഒക്കെ എടുത്തോണ്ടിരുന്നവനാണ്. അങ്ങനെ ഇരുന്നൊരു സുപ്രാവത്തിൽ ഞങ്ങൾ അപ്പുറത്ത് മണ്ഡപത്തിൽ ഒരു കല്യാണത്തിൽ ഇന്നലെ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നപ്പോ ഇവിടെ നിന്ന് എല്ലാം ചെയ്തതിന് ശേഷം ചേട്ടൻ അപ്പുറത്താണ്, വൃന്ദാവന സ്കൂളിലെ മാനേജറാണ് ഇവര്. ചേട്ടൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ചെയ്തു. അപ്പൊ ചേട്ടൻ മൈക്ക് അഡ്വക്കേറ്റ് അയാളെ പാറശാല വിളിച്ചു പറഞ്ഞു. പോലീസ് വന്നു, ഈ പ്രതിയും ഇവിടെ കയറ്റി അവരെ കൊണ്ടുപോയി. പിന്നെ ഇന്നലെ 4 മണിക്കേറ്റാണ് ബാഡി കൊണ്ടുപോയി. ഇപ്പോ നിങ്ങൾ ഏത് മാധ്യമം എനിക്കറിഞ്ഞു. ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന സംഭവം ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ കുടുംബങ്ങളിൽ 8-10 അംഗങ്ങൾ കിടന്നവരാണ്. എനിക്ക് 8-10 സഹോദരങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴ് നമ്മളെ വീട്ടിൽ വന്ന ഒരു പ്രശ്നം നടന്നാൽ നമ്മുടെ ബന്ധുക്കള് പിന്നെ രക്ഷകർത്താക്കള് ഉപദേശിച്ചങ്ങ് വിടും, പ്രശ്നം അങ്ങ് തീർന്നു. ഇതിപ്പോ 2 പേര് അതിനകത്ത് നടക്കുന്ന സംഭവം എന്തരാണെന്ന് ഈ നാട്ടിലെ ആളുകൾക്ക് പോലും അറിഞ്ഞൂടാ. അങ്ങനെ ഒരു ബഹളമായിട്ടൊന്നും ഇതുവരെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഒരു ദിവസം ഇതിലെ വന്നപ്പോ 2 പട്ടികൾ കെട്ടിക്കയറ്റിലിട്ടേക്കുന്നു. ഒരു 3 വർഷം വരും. അപ്പൊ ഞാൻ വിഷ്ണുവിനോട് ചോദിച്ചു, എന്തിനാ നീ ഗേറ്റിൽ പട്ടിയെ കെട്ടിയിട്ടേക്കുന്നു? ചിരിച്ചോണ്ടങ്ങ്. അത് ഈ അഡ്വക്കേറ്റ് 2 പയ്യന്മാരും നല്ല വിദ്യാഭ്യാസമുണ്ട്, ആർക്കും ഒരു ശല്യമില്ല, അങ്ങനെ നടന്ന പയ്യന്മാരാണ്. പിന്നെ ഇത് യാദൃശ്യമായിട്ട് എന്തൊക്കെ സംഭവിച്ചു, നമുക്കിനിയിപ്പോ എന്തെങ്കിലും ചെയ്യാൻ. അത് കേരളത്തിലൊക്കെ നടക്കണം. ഇപ്പൊ അതുപോലെ മദ്യപാനം. എനിക്ക് 2 പയ്യന്മാരുണ്ട്, പിള്ളേര്. അവരെ ഡിഗ്രിയൊക്കെ പഠിപ്പിച്ച് 23-24 വയസ്സായി വിവാഹം കഴിച്ചു കൊടുത്തു. 2 പേരുള്ളവർക്ക് 2 കൊച്ചുങ്ങളുമുണ്ട്. എൻ്റെ മക്കളെ കാര്യം വെളിയിലിറങ്ങിയാൽ നമുക്കറിയാൻ നോക്കും. നമ്മൾ വിചാരിക്കും നല്ല മര്യാദയുള്ള പിള്ളേർ. ഇത് കൂട്ടുകുടുംബം പോയതോടുകൂടെ കേരളത്തിന്റെ സ്ഥിതി ദയനീയമാണ്. ഞാൻ ഇത് തുറന്നു പറയാണ്. ഞാൻ ഒരു കോൺഗ്രസിന്റെ ഒരു ജില്ലയിലെ ഒരു ഭാരവാഹിയായിരുന്നു. ഇപ്പോഴും കോൺഗ്രസിൽ വിശ്വസിക്കുന്നവനാണ്, പ്രവർത്തിക്കുന്നത്. ഇത് 100 വീട്ടിൽ നമ്മൾ പോയാൽ 75 വീട്ടിലും പ്രശ്നമാണ്. ഇപ്പൊ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ 5 സെന്റ് എവിടെയെങ്കിലും വാങ്ങിക്കും, വലിയൊരു വീട് വയ്ക്കും, ലോൺ കിട്ടുമല്ലോ, ആർഭാട ജീവിതം നയിക്കും, വീട്ടില് തീ കത്തിക്കില്ല, ഹോട്ടലിൽ എവിടെ ചെന്നെങ്കിലും 2 പുതിയതായിട്ട് വരും, അവർ കഴിക്കും, വീണ്ടും പോകും. ഈ കടം കയറിക്കൊണ്ടിരിക്കും. പിന്നെ അവസാനം അറിയണത് ഈ ലോൺ കുടിശ്ശിക അടയ്ക്കാതെ വരുമ്പോൾ ആത്മഹത്യ എന്നാണ് പറയുന്നത്. ഇവിടെ കേരളത്തിൽ നടക്കുന്ന സംഭവം ഇതാണ്. നമ്മളെയൊക്കെ അച്ഛന്മാരെന്ന് പറഞ്ഞാൽ അധ്വാനിച്ച് കൃഷി ചെയ്ത് പഠിപ്പിച്ച്, ഞാൻ രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ ഞാൻ ഇപ്പോഴും കൃഷി ചെയ്താണ് ചെയ്യും, മാട് പശു വെട്ടിയും ഒക്കെ. പക്ഷെ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസമുള്ള പയ്യന്മാർ ഇങ്ങനെ ആയാൽ പിന്നെ ഈ പാവപ്പെട്ട ആളുകളെ സ്ത്രീവെന്ന് ആലോചിച്ചു പറയും. ഈ ചെങ്കൽ പഞ്ചായത്തിലെ ആദ്യത്തെ സംഭവമാണ്. ഇവരെ വൃന്ദാവൻ ഹൈസ്കൂളിലാണ് ഞാനും ഒക്കെ പഠിച്ചത്. 71 SLC എഴുതി. അവിടെ PTA പ്രസിഡന്റ്, പിന്നെ സ്കൂൾ പാർലമെന്റിൽ പ്രധാനമന്ത്രിയായി. 11 വർഷം അതേ സ്കൂളിൽ തന്നെ PTA പ്രസിഡന്റുമായി. അങ്ങനെ നല്ലൊരു സ്കൂളാണ്. 75-80 വർഷത്തെ പഴക്കമുള്ള സ്കൂളാണ് വൃന്ദാവൻ ഹൈസ്കൂൾ. പണ്ട് വലിയ ആളുകളൊക്കെ പാടുപെട്ട് അന്ന് കൊണ്ടുവന്ന സ്കൂളാണ്.
സ്കൂള് നിങ്ങൾ ഒന്ന് കണ്ടിട്ട് പോകണം. വൃന്ദാവന സ്കൂൾ, പിന്നെ തൊട്ടടുത്ത് സെന്റ് പീറ്റേഴ്സ്. ഇങ്ങനെ ഒരു പ്രദേശത്ത് ഇരുവരും മാത്രമാണ് വീട്ടിൽ താമസം. അതുകൊണ്ട് തന്നെ അവർക്കിടയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അയൽവാസികൾക്ക് അറിവില്ല എന്ന് പഞ്ചായത്ത് അംഗം വിശാഖ് പറഞ്ഞു. വിഷ്ണുവിന്റെ കടുത്ത സംശയരോഗമാണ് യഥാർത്ഥ വില്ലനായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സമൂഹ മാധ്യമങ്ങളിൽ ഏറെ സജീവമായിരുന്ന അൽമ തന്റെ പൂച്ചകളെയും യാത്രകളെയും കുറിച്ചുള്ള വീഡിയോകളൊക്കെ നിരന്തരം പങ്കുവച്ചിരുന്നു. ഭർത്താവിനൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങളും അവൾ തന്റെ ഫോളോവേഴ്സിനായി നൽകിയിരുന്നു. എന്നാൽ ഈ വർണ്ണാഭമായ ഡിജിറ്റൽ ജീവിതത്തിന് പിന്നിൽ ഭീകരമായ ഒരു കുടുംബ അന്തരീക്ഷം വിഷ്ണു ഒരുക്കിയിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഭാര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഒരു കൂസലുമില്ലാതെയാണ് അയാൾ സഹോദരന്റെ വീട്ടിലേക്ക് പോകുന്നത്. അതായത് ഭാര്യയെ കുത്തിക്കീറിയിട്ടാണ് പോകുന്നത്. വസ്ത്രങ്ങളെല്ലാം മാറ്റി കുളിച്ച് കുട്ടപ്പനായിട്ട് സഹോദരന്റെ വീട്ടിൽ പോയാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ കാര്യം പറയുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെടാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഈ സമയത്തിനുള്ളിൽ തന്നെ സഹോദരൻ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. വലിയൊരു കൊലപാതകത്തിന്റെ ചുരുൾ ഇനിയാണ് അഴിയേണ്ടത്. എന്താണ് വിഷ്ണുനാഥിന് സംഭവിച്ചത്? ഭാര്യയോട് കൊടും പക തോന്നാൻ എന്താണ് ഉണ്ടായത്? തൊട്ടയൽവക്കത്ത് നടന്ന ഒരു കൊലപാതകം, ക്രൂര കൊലപാതകം, അത് പുറത്തേക്ക് പോലും അറിഞ്ഞിരുന്നില്ല. അതറിയാതെ എങ്ങനെ ആ ഒരു കൃത്യം വിഷ്ണുനാഥ് നടപ്പാക്കി? ഒരുപാട് വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.